ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിലെ ആ പെൺകുട്ടി ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നത് പോലത്തെ ഒരു കിടിലൻ ദിവസമായിരുന്നു നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയത്. അടിപൊളി നല്ല ട്രേഡ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ലാസ്റ്റ് മിനിറ്റിലെ ഈ ഒരു ഫ്ലഷിംഗ് ഔട്ട് മൂവ്മെൻറ്റ് ഈ സെൻസെക്സിൻ്റെ എക്സ്പയറിയോട് ചേർന്ന് സംഭവിച്ചെങ്കിൽ കൂടി ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫ്രം ദി ഓപ്പണിംഗ് നിങ്ങൾ നോക്കാൻ അറിയാം, ബുള്ളിഷ് റെഫറൻസിൻ്റെ മുകളിലേക്ക് അവൻ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും തന്നായിരുന്നു. അതുകൂടാതെ നിഫ്റ്റി ആ കുറച്ച് സമയത്തൊക്കെ പിടിച്ചു നിന്നെങ്കിൽ കൂടി നിഫ്റ്റി ഒരു ബുള്ളിഷ് റെഫറൻസിൻ്റെ മുകളിലോട്ട് പോയി ഒരു ചെറിയൊരു ഫ്ലാഷിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങിയ ദിവസമായിരുന്നു. എനിക്ക് ഇന്ന് അടിപൊളി ട്രേഡ് കിട്ടിയ ദിവസം, എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയിലാണ് കൂടുതൽ ട്രേഡ് കിട്ടിയത്. നിഫ്റ്റിയുടെ ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നല്ലൊരു ദഹിക്കുന്ന രീതിയിലുള്ള ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം കഴിച്ച ഒരു ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. അപ്പം നല്ലൊരു ട്രേഡ് കിട്ടിയ ദിവസവും കൂടി ഇന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വിക്സ് ഇന്ന് 18.190 മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പം വിക്സ് ഈ വരുന്ന സാറ്റർഡേ നമുക്ക് ബഡ്ജറ്റാണ്. അപ്പം വിക്സ് ഇനി അങ്ങോട്ട് കൂടാനുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇപ്പോഴും നമ്മൾ പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് എന്തുവാണ്, ഒരു സെല്ലായ രീതിയിൽ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ നിഫ്റ്റി ഇപ്പോഴും പോയിട്ടില്ല. കഴിഞ്ഞ വീക്കിൻ്റെ ഒരു ലോവർ ലെവലിൻ്റെ കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സോ ആ ഒരു ലോവർ ലെവലിൻ്റെ താഴെ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും ക്ലോസ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി ഇപ്പോഴും ബുള്ളിഷിലല്ല, നിഫ്റ്റി സ്റ്റിൽ ഇറ്റ്സ് എ ബെയറിഷ് ക്ലോസിംഗ് ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ ടെറിട്ടറി വീണ്ടും പഴയ പോലെ ഒരു ന്യൂട്രൽ ടെറിട്ടറിയിലേക്ക് അത് മാറി വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് ഇന്ന് കാലത്ത് വന്ന ഡേറ്റ, ഇന്ന് കാലത്ത് ഇങ്ങനെ വലിയ ഡേറ്റകളൊന്നും മാർക്കറ്റിലില്ല. ഇന്ന് വൈകിട്ട് രാത്രി ഒരു 8:30 മണിയാകുമ്പം CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ഒന്ന് വരാൻ പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ വേറെ വലിയൊരു ഡേറ്റയൊന്നും ഇന്ന് അമേരിക്ക മാർക്കറ്റിൽ ഇല്ല. ഉണ്ട്, ഒരു 8-9 മണിയാകുമ്പോൾ നമ്മൾ അറ്റ്ലാന്റയുടെ ഫെഡറൽ GDPയുടെ Q4 കിടപ്പുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ വേറെ വലിയ ഡേറ്റകളൊന്നും ഇന്നും വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ഡേറ്റ ഈ ബഡ്ജറ്റാണ്. ബഡ്ജറ്റിനനുസരിച്ച് മാർക്കറ്റ് മൊമെൻറ്റം വരാനുള്ള വളരെയധികം ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നിഫ്റ്റി സെയിം റേറ്റാണ്, വലിയ വ്യത്യാസത്തിൽ അവിടെ തന്നെ ക്ലോസ് ചെയ്തിരിക്കണം. സോ നമ്മളെ മാർക്കറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗ ജോൺസും ഇതൊക്കെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. വലിയൊരു അപ്വേർഡ് ഡയറക്ഷനോ അല്ലെങ്കിൽ വലിയൊരു സെൽ ഓഫ് ഒന്നും വരാത്ത ഒരു നോർമൽ രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്, ഇപ്പം ചുരുക്കി പറഞ്ഞാൽ. സോ നമുക്ക് നോക്കേണ്ടത് നാളെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എങ്ങനെ മൂവ് ചെയ്യും, ആ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഇന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ചും നിഫ്റ്റിക്ക് ഓപ്പൺ ഓപ്ഷനുമായിരുന്നു. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മുകളിലോട്ട് കയറി പോയി ഫസ്റ്റ് ടാർഗറ്റും തന്നു. IB എക്സ്റ്റൻഷൻ വന്നതിന് ശേഷം സെക്കൻഡ് ടാർഗറ്റും തന്നതിന് ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് തന്നായിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായത്. നിഫ്റ്റിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. തേർഡ് ടാർഗറ്റിൻ്റെ ഏകദേശം അവിടം വരെ പോയൊരു 3IBയുടെ ഏകദേശം അടുത്തോട്ട് പോയൊരു ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു നിഫ്റ്റിക്ക്. ബാങ്ക് നിഫ്റ്റിക്കും POC രണ്ടും ഹയർ ലെവലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റും കിട്ടാത്ത ഇവർ ആ ഒരു സെൻസെക്സിൻ്റെ എക്സ്പയറി കാരണം താഴേക്ക് വന്നതല്ലാതെ, പക്ഷെ നല്ലൊരു ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു, കിടിലമായ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് കൃത്യമായിട്ട് വന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റി കൃത്യമായി നോക്കുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി വിത്ത് POC അറൗണ്ട് 49,060 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് നിങ്ങൾക്ക് ഒരു ബൈയിങ് ലെവൽ നിങ്ങൾ എടുക്കണമെങ്കിൽ 49,068 അല്ലെങ്കിൽ 49,230 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈയിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാര്യം നമ്മുടെ ഈ ഒരു റേഞ്ചിൻ്റെ ഒരു ബാലൻസ് ഏരിയയുടെ ആണ് ഈ 49,230. സോ 49,230ക്ക് മുകളിൽ മാത്രമേ ബൈയെ കുറിച്ച് എടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ 49,230ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 49,483യും അതിന് മുകളിൽ 49,749 അതിന് മുകളിൽ എത്രയാണ് 50,000 എന്ന് പറഞ്ഞ ലെവലിലേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ POC നിന്നാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആണ്. അതുകൂടാതെ POC വന്നൊക്കെ 49,060 ഭാഗത്താണ്. ബാങ്ക് നിഫ്റ്റി കിടിലൻ ട്രേഡ് ഫ്രം ദ ഓപ്പണിംഗ്. ബാങ്ക് നിഫ്റ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ വാങ്ങൂ എന്ന് പറഞ്ഞ് അവൻ കൃത്യമായിട്ട് തന്നെ കയറ്റിക്കൊണ്ട് പോയായിരുന്നു. 49,060 നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ POC നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി. എത്രയാണ് ബുള്ളിഷ്
ബുള്ളിഷ് റെഫറൻസ് 49,230 49,230 ആണ് ബുള്ളിഷ് റെഫറൻസ്. അതൊന്ന് നമ്മുടെ ഇന്നത്തെ തേർഡ് ടാർഗറ്റാണ് നാളത്തെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റേഞ്ചിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കുമല്ലോ. സോ 49,230 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ ഒരു ബൈ ചാൻസ് ഉണ്ട്. 49,230 മുകളിൽ നിൽക്കണമെങ്കിൽ എവിടെ പോകും? ഫസ്റ്റ് ടാർഗറ്റ് 49,483. സോ 49,483 പോവാം. ഫസ്റ്റ് ടാർഗറ്റ് 49,485 വയ്ക്കുക. ആ നമ്പർ വേണ്ട, R1 എന്ന് പറഞ്ഞാൽ 49,485. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R2 എന്ന് പറയുന്നത് 753. 49,759. R2 എന്ന് പറയുമ്പോൾ 49,753. R3 എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 50,000 ഭാഗത്തേക്ക്. എത്രയാണ്? 50,000. അതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള R3. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ R1 എന്ന് പറയുന്നത് 49,485, R2 എന്ന് പറഞ്ഞാൽ 49,753, R3 എന്ന് പറഞ്ഞാൽ 50,000 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറയാണ്, 48,500 താഴെ മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. സോ ബാങ്ക് നിഫ്റ്റിയിലെ ബെയറിഷ് റെഫറൻസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 48,500 ആണ്. എന്നെ സംബന്ധിച്ച് അതിനും താഴെ വന്നാൽ മാത്രമേ മാർക്കറ്റ് വീണ്ടും ഒരു ബെയറിഷ് റെഫറൻസ് വരുള്ളൂ. അപ്പോൾ 48,500 താഴെ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. സോ അത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. 48,500 താഴെ നമുക്ക് സെല്ലിനെ കുറിച്ച് എടുക്കാം. സോ അത് വരുന്നെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 42,000 താഴെ നിൽക്കുമ്പോൾ ഇന്നലത്തെ POC ആയ 48,355 ഒരു ഫസ്റ്റ് ടാർഗറ്റാണ്. 48,355 48,355 ആണ് ഒരു S1 എന്ന രീതിയിൽ വരാൻ പോകുന്നത്. 48,355 ആണ്. അതിന് താഴെ വീണ്ടും നമ്മുടെ ഏതാണ് സെക്കൻഡറി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു 48,000 ഭാഗത്തേക്കും 48,000 48,000 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയാണ് S2. ഇതൊരു 48,000 താഴെ മാർക്കറ്റ് വരാനുള്ള ഒരു ചാൻസ് ഞാൻ നാളത്തേക്കൊന്നും കാണുന്നില്ല. സോ ഇതായിരിക്കും നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്ന രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു ട്രേഡ് സെറ്റപ്പ്. നിങ്ങൾ ഈ ലെവൽസൊക്കെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ട്രേഡബിളിൻ്റെ ആക്ഷൻസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബ് ലൈവിൽ കഴിഞ്ഞ 5-6 ദിവസമായി യൂട്യൂബ് ലൈവിലുണ്ട്. അപ്പോൾ യൂട്യൂബ് ലൈവിലുള്ളപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ആ യൂട്യൂബ് ലൈവിൻ്റെ വീഡിയോ എടുത്ത് കാണുമ്പോൾ അതിൽ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് 48,710 മുകളിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി ബൈ ആണെന്ന് പറഞ്ഞു. 49,230 ടാർഗറ്റും പറഞ്ഞു. ഇന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഹൈ എത്ര അടിച്ചു? 49,213 ഹൈ അടിക്കുകയും ചെയ്തല്ലോ. ഒരു 15 പോയിൻ്റൊക്കെ മുകളിൽ താഴേക്ക് വന്നു. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു കിടിലൻ ട്രേഡർക്ക് പറ്റിയ ഒരു എൻവയോൺമെൻറ്റ് ട്രേഡ് കിട്ടിയ സെറ്റപ്പായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നിഫ്റ്റി പറഞ്ഞ സമയത്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി അപ്പോൾ ഒരു കിടിലൻ ട്രേഡ് കിട്ടിയായിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു നിഫ്റ്റിക്ക് വന്നത്. വിത്ത് POC അറൗണ്ട് 23,055 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. നിഫ്റ്റി നോക്കുമ്പോൾ 23,055 നമ്മുടെ POC. ഇപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 23,555 ആണ്. 23,055 നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ആ POC വ്യക്തമായി മാർക്കും ചെയ്യുക. സോ അതിന് 23,000 ഇനി നോക്കുക. 23,111 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 23,000 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,111 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി നിഫ്റ്റി. അത് കൃത്യമായി ഓർത്തോളുക. അപ്പോൾ ഇനി സെല്ല് എവിടെ വരണം? സെല്ലാണെങ്കിൽ ഒരു കാര്യം ഓർത്തോളുക. 22,864 താഴെ മാത്രമേ 68 താഴെ മാത്രമേ സെല്ലുള്ളൂ. എത്രയാണ്? 22,868 ഇന്നലത്തെ POC. അതിന് താഴെ മാത്രമേ നമുക്കൊരു സെല്ലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാലും മതി. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ബുള്ളിഷ് എവിടെയാണ്? 23,111. ബെയറിഷ് എവിടെയാണ്? 22,868. സോ 23,111 മുകളിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,168. 23,168 ആണ് R1. അത് മാർക്ക് ചെയ്യുക. 23,168. സോ അത് മാർക്ക് ചെയ്തിട്ടല്ലോ. അതിന് മുകളിൽ നിൽക്കുമ്പോൾ R2 എന്ന് പറഞ്ഞ ലെവൽ എവിടെ പോവാം? അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC 23,269. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,269 വരെ പോകാം. 23,269 ഭാഗത്തേക്ക് പോകാം. ഇതാണ് R2. ഇനി നോക്കേണ്ട R3 എന്ന് പറയുമ്പോൾ 23,337. ഇതായിരിക്കും നമുക്ക് നിഫ്റ്റിയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. നിഫ്റ്റി ഇതുവരെ മൂവ്മെൻറ്റ് വന്നിട്ടില്ല കേട്ടോ. നിഫ്റ്റിയിൽ ഇനിയൊരു നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 23,337 ഭാഗത്തേക്കും പോവാം. സോ 23,111 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,168, 269, 337 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇനി 868 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 792 22,792 22792 ആണ് S1. അത് മാർക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം അടുത്ത എന്താണ് S2 എന്ന് പറയുന്നത്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ S2 എന്ന് പറയുമ്പോൾ എന്താണ് S2 ഞാൻ മാർക്ക് ചെയ്തേക്കാം. അടുത്തത് S2 എന്ന് പറയുമ്പം 792 പൊട്ടിയ പിന്നെ വേറെ സപ്പോർട്ടില്ല. അപ് ടു 601 വരെ 22,601 എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള S2. അത് ഞാൻ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. സോ ഈ 792ൻ്റെ ഭാഗം പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, 22,868 പൊട്ടുകയാണെങ്കിൽ 800 വരാം. 800ൻ്റെ ഭാഗം പൊട്ടുകയാണെങ്കിൽ 200 പോയിന്റ് ഡബേന്ന് താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ ഇത് അടിപൊളി ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. ഇവിടെ ഇവിടെ ട്രേഡിംഗ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ആ ട്രേഡിംഗ് ഫ്ലോറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്ന് കിടിലം പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു. എല്ലാവരും കിടിലം പ്രോഫിറ്റോട് കൂടി, ചെറിയ ഫണ്ടുള്ളവരും വലിയ ഫണ്ടുള്ളവരും എല്ലാം പ്രോഫിറ്റ് എടുത്ത് കിടിലം ട്രേഡ് കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് അവസാനിച്ചത്. സോ പിന്നെ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഓഫ്ലൈൻ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കണം, പഠിച്ച് ട്രേഡ് ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ നമ്പറിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.